നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തിനാ നീ വന്നത്? എന്റെ കണ്ണീര് കാണാനോ? അതോ വീണ്ടും നുണകൾ പറഞ്ഞ് എന്നെ പറ്റിക്കാനോ? പറ. ഇത്ര ഭംഗിയായിട്ട് നടക്കേണ്ട എൻഗേജ്മെന്റ് ആയിരുന്നു. നിസ്സാര സമയം കൊണ്ട് എല്ലാം തല കീഴായി മറിഞ്ഞു. രാധമ്മേ, നിങ്ങളിത് എവിടെ പോവാ? ഫംഗ്ഷനൊക്കെ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? എന്താ ശ്രീ, എന്തു പറ്റി? ആകെ കുഴപ്പമായി. അവിടെ റിംഗ് എക്സ്ചേഞ്ച് ഒന്നും നടന്നില്ല. അപ്പൊ എൻഗേജ്മെന്റ് മുടങ്ങിയോ? ഋതികയുടെ കല്യാണം നടക്കില്ലേ? കല്യാണമൊക്കെ നടക്കും മോളെ. കൃത്യം മോതിരം മാറുന്ന സമയത്ത് അംബിക മേഡത്തിന് നെഞ്ചുവേദന വന്ന് കുഴഞ്ഞു വീണു. ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്നാ ഡോക്ടർ പറഞ്ഞ. അല്ലേ അമ്മേ? ആ അതെ. അയ്യോ, ആകെ കഷ്ടായി പോയി. ഋതിക മേഡത്തിന് വിഷമായിരിക്കും. ഞാനൊന്നേ അവിടെ വരെ പോയിട്ട് വരാം. അത് വേണ്ട രമ്യ, വേറെ ചില പ്രശ്നങ്ങളുണ്ട്. നീ ഇപ്പോ അങ്ങോട്ട് പോണ്ട. അതെ മോളെ, നീ വീട്ടിലേക്ക് ചെല്ല്. എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ശരി രാധമ്മേ, ഞാനെങ്കി ജംഗ്ഷനിൽ ചെന്നൊരു ഓട്ടോ പറഞ്ഞു വിടാം. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ നടന്നു പോക്കോളാം. ഈ വെയിലത്തോ? വേണമെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടാ മതി. രാധമ്മേ, ഓട്ടോ വരും, അതി കയറുക. ശരി മോളെ. അച്ഛനെ പിരിഞ്ഞ് എന്നേക്കുമായി വീട്ടിൽ നിന്ന് പോകാൻ ഈ മകൾ ആഗ്രഹിക്കുന്നില്ല. എൻഗേജ്മെന്റ് ആണെന്ന് അറിഞ്ഞ നിമിഷം അതെങ്ങനെയെങ്കിലും മുടങ്ങണമെന്നാ ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ എനിക്ക് വന്ന ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് എല്ലാ വർഷവും മുടങ്ങാതെ എനിക്ക് വരാറുള്ള പിറന്നാൾ ആശംസകൾ ഇത്തവണ വന്നു. പിറന്നാൾ ആശംസകൾ മാത്രമല്ല, ഇത്തവണ എനിക്ക് ആ സ്ട്രേഞ്ചർ അയച്ചത് എന്റെ മനസ്സിലെ കൺഫ്യൂഷനുകൾക്കുള്ള സൊല്യൂഷൻ എനിക്ക് ഗ്രീറ്റിംഗ്സിൽ നിന്ന് ലഭിച്ചു. ആരാണെന്നറിയാത്ത ആ സ്ത്രീ എഴുതിയ വാക്കുകളായിരുന്നു എൻഗേജ്മെന്റ് വേണ്ട എന്ന എന്റെ തീരുമാനം മാറ്റിമറിച്ചു കളഞ്ഞത്. ആരാണ് എനിക്ക് ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് മുടങ്ങാതെ അയക്കുന്ന ഈ അഭ്യുദയകാംക്ഷി? എന്തുകൊണ്ട് അവരെഴുതിയ വാക്കുകൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചത്? ഈ വാക്കുകൾ എഴുതിയ ആളോട് എനിക്ക് എന്തിന് വല്ലാത്തൊരു സ്നേഹവും അടുപ്പവും ഉള്ളതായിട്ട് തോന്നുന്നത്? തമ്മിലെന്തോ ഒരു മുജ്ജന്മ ബന്ധമുള്ളതുപോലെ ഒരു ഫീൽ.
നമുക്ക് ചുറ്റുമുള്ളവരെയും നമ്മൾ സ്നേഹിക്കുന്നവരെയും സന്തോഷിപ്പിക്കുന്നതിലൂടെ സന്തോഷം കണ്ടെത്തണമെന്ന് അവരെനിക്ക് എഴുതിയ വാക്കുകളാ എന്നെ ചിന്തിപ്പിച്ചതും എന്റെ തീരുമാനം മാറ്റാൻ കാരണമായതും. എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി എനിക്ക് വേണ്ട ഉപദേശം കൃത്യസമയത്ത് അവർ തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അവർക്കെന്നെ അറിയാമായിരിക്കും, എന്റെ വിഷമങ്ങളും അറിയാമായിരിക്കും. എന്നാലും ആരായിരിക്കും അവര്? എന്തിനാ നീ വന്നത്? എന്റെ കണ്ണീര് കാണാനോ, അതോ വീണ്ടും നുണകൾ പറഞ്ഞ് എന്നെ പറ്റിക്കാനോ? പറ, എന്താ എന്താ നീ എന്നോടൊന്നും പറയാത്തത്? എന്റെ എൻഗേജ്മെന്റ് ആയിരുന്നെന്ന് നിനക്കറിയായിരുന്നു. ഇതുവരെ ഞാൻ ഏറ്റവും വെറുത്തിരുന്ന ആൾ ആ ദീപക്കായിരുന്നു. ഈ നിമിഷം ഞാൻ പറയുന്നു, അവനേക്കാളും 100 ഇരട്ടി നിങ്ങൾ ഞാൻ വെറുക്കുന്നു. ഇറങ്ങ, എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങ. ഋതിക മേഡം എന്നോട് സംസാരിച്ചതും വഴക്ക് പറഞ്ഞതൊക്കെ എനിക്ക് സഹിക്കാവുന്നതാ. പക്ഷേ മാഡം എന്നോട് പിണങ്ങിയിരിക്കുന്നത് എന്തോ പോലെ. എത്ര വഴക്ക് വേണമെങ്കിലും ഇനിയും കേൾക്കാൻ ഞാൻ തയ്യാറാ. മാഡത്തിന്റെ മൗനം എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. എന്തൊക്കെയായാലും ഋതിക മേഡം നിശ്ചയത്തിന് സമ്മതിച്ചു ഓർക്കുമ്പോ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. അശ്വിനുമായുള്ള വിവാഹവും വേഗം ഒന്ന് കഴിഞ്ഞ് ഋതിക മേഡം വർമ്മ സാറിന്റെ വീട്ടിൽ നിന്ന് പോയ ആ ദീപകിന്റെയും അംബിക മേഡത്തിന്റെയും ദൃഷ്ടിയിൽ നിന്ന് ഋതിക മേഡം രക്ഷപ്പെടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.